സഹൃദയരെ, കലാസ്നേഹികളെ, 2022 മൈലാപ്പൂരിൽ വിശുദ്ധ തോമാസ് ലീഹ രക്തസാക്ഷിത്വം വരിച്ചതിന്റെ 1950 സുവർണ ജൂബിലി ആഘോഷിച്ചത്. ഭാരതമണ്ണിന് ക്രിസ്തുവിലുള്ള വിശ്വാസം പകർന്നു നൽകിയ വിശുദ്ധ തോമാസ് ലീഹായെ കൂടുതൽ മനസ്സിലാക്കാൻ തൃശൂർ ലൂർദ് കത്തീഡ്രൽ ഇടവകാംഗങ്ങൾ അണിയിച്ചൊരുക്കുന്ന മെഗാ നാടകം ദിദിമോസ്. നാടകരചനയും സംവിധാനവും ഫാദർ ഫിജു ജോസഫ് ആലപ്പാടൻ. മേക്കണീം താ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തെയ്തൈ പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുകമാർത്തോമൻ മലമേൽ നിന്നും വേദ്യനമ്പു ചാർത്തി മാറി എന്ന പോൽ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ തെയ്തൈ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാലയും തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാത്തോമൻ തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതി തത്താതിമൃതത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ ഇന്ത്യൈ തത്ത മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യൈ തത്ത മഹിമയോടരുമകളെല്ലാം ചെയ്യും തിത്തത്തകതത്തികതത്താം തികതകതകതത്തികതത്താംഗൃതത്തിത്തത്താംഗൃതത്തിത്തത്താംഗൃതത്തിത്തത്താതത്താതിമൃതത്തെ ഇന്ത്യൈ തത്ത മഹിമയോടരുമകളെല്ലാം ചെയ്യും മനുവിവനെതിരിൽ ഒരുവൻ തച്ചൻ മറവില്ലേതും പണികൾ കഴകാൻ ഇന്ത്യൈ തത്ത തത്തത്തകതത്താകൃതത്തൈ തകതൈതൈതം ഇത്തരമുത്തരമായുള്ള വചനം ഇച്ഛവരും പടികരുതിയുറച്ചു തക്കിടകടകട തരികിടകട ചക്രിശങ്കം തലാങ്ക് തരികിടതവും ഇന്ത്യൈ തത്ത ഇത്തരമുത്തരമായുള്ള വചനം ഇച്ഛവരും പടികരുതിയുറച്ചു ഇവരോടീതമായി അരുൾ ചെയ്യുമ്പോൾ ഇന്ത്യൈ തത്ത തത്തത്തകതത്താകൃതത്തൈതകതൈതൈതം ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി തീയന്തത്തതികുതിയെത്തിയന്തത്തീർത്തിയും തികുതി ഇന്ത്യൈ തത്ത തത്താതിമൃതത്തെ ഇന്ത്യൈ തത്ത ഇമ്പ
ഉദരോടൊരുമിച്ചൗവഴി കൂടി വിധമൊരു തച്ചനു സാദൃശ്യമായി ദിനവോടേയര നാഴിക മുമ്പേ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ തകതാ തകതാ തകതാത്തി തിഗിതാ തിഗിതാ തിഗിതാത്തി തകതാത്തി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ മൃതത്തെ. നാടകത്തെക്കുറിച്ച് ഒരു വാക്ക്. AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമാസ് ലീഹ ഈ മലയാള മണ്ണിൽ 7 ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു. കേരളത്തിൽ ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിച്ചതിന് ശേഷം അദ്ദേഹം മൈലാപ്പൂരിലേക്ക് യാത്രയായി. മിസ്ദേവൂസ് എന്ന രാജാവിന്റെ ഭരണകാലത്താണ് തോമാസ് ലീഹ മൈലാപ്പൂരിൽ വചനം പ്രഘോഷിച്ചതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ നാടകം ആരംഭിക്കുന്നത് ആ മിസ്ദേവൂസ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നാണ്. ദിദിമോസ് 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 ദിദിമോസ്. മിസ്ദേവൂസ് രാജാവ് നീണാൽ വാഴട്ടെ. ധീരനാ ധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഉദനദീം തനദീം തനധീരനാ ഉദനദീം തനദീം തനധീരനാ ധീം തനോ 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 തധീരനാ ധീം തനോ 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 തധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഉദനദീം തനദീം തനധീരനാ ഉദനദീം തനദീം തനധീരനാ ധീം തനോ 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 തധീരനാ ധീം തനോ 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 തധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ ഇത്തോം തനന ധീരനാ ധീരനാ.
ധീരെ നാ ധീരെ നാ തോം തനന ധീരെ നാ ധീരെ നാ തോം തനന ധീരെ നാ ധീരെ നാ തോം തനന ധീരെ നാ ധീരെ നാ ഉദന ദീപ തന ദീപ തന ധീരെ നാ ഉദന ദീപ തന ദീപ തന ധീരെ നാ ദീപ തനോ 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 ധീരെ നാ ദീപ തനോ 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 ധീരെ നാ ദീപ തനോ 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 ധീരെ നാ തോം തനന ധീരെ നാ ഗംഭീരം, അതിമനോഹരമായിരിക്കുന്നു. ഈ മിസ് ദേവൂസ് രാജാവിന്റെ പിറന്നാൾ ദിവസം നമ്മെ ഏറെ സന്തോഷിപ്പിച്ച കൊട്ടാരം നർത്തകിക്കും കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. മഹാരാജൻ, പറയൂ മന്ത്രി, നമ്മുടെ ഈ പിറന്നാൾ ദിവസം എന്ത് സന്തോഷ വാർത്തയാണ് താങ്കൾക്ക് നമ്മെ അറിയിക്കാനുള്ളത്? അതെ മഹാരാജൻ, സന്തോഷ വാർത്ത തന്നെയാണ് എനിക്ക് അങ്ങേ അറിയിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടപ്പുറത്ത് വലിയ തടി കഷ്ണങ്ങൾ അടിഞ്ഞുകൂടിയ കാര്യം ഞാൻ അങ്ങേ അറിയിച്ചിരുന്നു. നാം അതോർക്കുന്നുണ്ട് മന്ത്രി. നമ്മുടെ മല്ലന്മാർ വിചാരിച്ചിട്ട് തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയാതിരുന്ന വലിയ തടി കഷ്ണങ്ങൾ. അതേ രാജൻ, ഇന്നൊരു മാന്ത്രികൻ അത്ഭുതകരമായി ഒറ്റയ്ക്ക് ആ തടിക്കഷ്ണങ്ങൾ തീരത്തേക്ക് അടുപ്പിച്ചിരിക്കുന്നു. മന്ത്രി, താങ്കൾ സത്യമാണോ ഈ പറയുന്നത്? അതെ മഹാരാജൻ. എന്നിട്ട് എവിടെയാ മാന്ത്രികൻ? അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് മഹാരാജൻ. എങ്കിൽ ഉടനെ നമ്മെ മുഖം കാണിക്കാൻ പറയൂ. ഉത്തരവ്. മിസ് ദേവൂസ് രാജാവ് നീണാൽ വാഴട്ടെ. താങ്കളുടെ പേരെന്താണ്? തോമസ്. താങ്കളുടെ ദേശം? അങ്ങ് ദൂരത്താണ്. ഞാനൊരു യാത്രയിലാണ് പ്രഭു. ഇത്രനാൾ ഞാൻ മലയാള ദേശത്തായിരുന്നു. അങ്ങ് എവിടെ നിന്നാണ് മന്ത്രവിദ്യകൾ അഭ്യസിച്ചത്? ഞാനൊരു മാന്ത്രികനല്ല, എല്ലാം ദൈവത്തിന്റെ കാരുണ്യം. പറയൂ തോമസ്, നമ്മുടെ പിറന്നാൾ ദിവസം നമ്മെ സന്തോഷിപ്പിച്ച താങ്കൾക്ക് നാം എന്തു പാരിതോഷികമാണ് നൽകേണ്ടത്? ഒന്നും വേണ്ട മഹാരാജൻ. സാധിക്കുമെങ്കിൽ ആ കടപ്പുറത്ത് കുറച്ചുനാൾ താമസിക്കാൻ അങ്ങ് അനുവാദം നൽകണം. എന്തിന്? താങ്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഈ കൊട്ടാരത്തിൽ കഴിയാം. വേണ്ട രാജൻ, കടപ്പുറത്ത് താമസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ താങ്കളുടെ ഇഷ്ടത്തിന് നാം എതിരു നിൽക്കുന്നില്ല. നന്ദിയുണ്ട് മഹാരാജൻ. ഹോ, എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്. അദ്ദേഹം ഒരു ദിവ്യനാണെന്ന് തോന്നുന്നു, അല്ലേ രാജൻ? അതെ, അദ്ദേഹം ഒരു ദിവ്യനാണ്. പക്ഷേ മന്ത്രിയുടെ ഒരു കണ്ണ് ആ ദിവ്യന്റെ മേലുണ്ടായിരിക്കണം. മഹാരാജൻ, നമ്മെ ഉപദേശിക്കുന്ന മന്ത്രിക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയോ? ഒരു മനുഷ്യൻ, അതും ഒരു മാന്ത്രികൻ, കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് കടപ്പുറത്ത് താമസിക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും ഉദ്ദേശം കാണും. അങ്ങയുടെ ഊഹം ശരിയായിരിക്കാം. അങ്ങ് ശങ്കിക്കുന്നത് പോലെ ഏതെങ്കിലും ഗൂഢലക്ഷ്യവുമായാണ് ആ വിദേശി ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്നതെങ്കിൽ
ആ മാന്ത്രികനെ നിഴലായി നമ്മുടെ ചാരന്മാരുണ്ടാകും. ഇത് ഞാൻ തരുന്ന വാക്ക്. പൂയ്. മീൻ വേണോ? മീൻ. പൂയ്. എടി ഇങ്ങോട്ട് വന്നേ. നീയും വാ. എന്താണ് നീ കിടന്ന് ചിലക്കണത്? ദേ, നിങ്ങളൊരാളെ കണ്ട? ദൈവമേ, ഇന്നലെ അത്ഭുതം കാണിച്ച മാന്ത്രികനാണല്ല. ആള് സുന്ദരനാണ് കേട്ടാ. പോയി സംസാരിച്ചാലാ? അവിടെ നിന്നേ, നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടാ? ഞാൻ പോയി സംസാരിക്കാം. എങ്ങനെ? കൂട്ടത്തിൽ കാണാൻ സൗന്ദര്യമുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നീ ആര് ജലകന്യകയാ? നിങ്ങ സംസാരിച്ച സമയം കളയാണ്ട് വരണണ്ട. വാ. നിന്നെ ദേ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ട്ടാ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകേന്ന് വിളിക്കരുതെന്ന്. ആ വരണത് ആരാന്ന് കണ്ട? ദൈവമേ, അത് ആശാന്റെ മകനാണല്ല. നമ്മളൊരു അപരിചിതനോട് സംസാരിക്കണ കണ്ട അത് മതി പുകിലിന്. നമുക്ക് അയാളോട് സംസാരിക്കാൻ യോഗമില്ലെന്ന് തോന്നണം. വാ, പോയി മീൻ വിറ്റേച്ചൊന്ന് നോക്കാം. സൂര്യഭഗവാനെ, വരണേക്ക മുമ്പ് സൗന്ദര്യം കളഞ്ഞേക്കല്ലേ. ഓയ് അയലാ, നല്ല പിടയ്ക്കണ അയലാ. എടി, നിന്റെ കൊട്ടയില് ചാളിയല്ലേ ഉള്ളു, പിന്നെന്തിനാണ് അയലാന്ന് പറയണത്? എടി, അയലാന്ന് പറഞ്ഞാലാണ് ആരെങ്കിലും കൊട്ടയെ വന്ന് നോക്കുള്ളൂ. എടാ എടാ ഒന്ന് നിന്നേ. എന്താണ്? എടാ നീ ഉച്ചയ്ക്ക് മുമ്പ് എത്തുവാ. ഓ, എന്റെ അപ്പ നടുക്കടലാട്ടാണ് പോണത്. ഒന്നും പ്രവചിക്കാൻ പറ്റൂല. ചെലപ്പോ വന്നില്ലെന്നും വരും. കരിനാക്കെടുത്ത് വളയ്ക്കല്ലടാ. നീ ഒറ്റയ്ക്കാണ് വള്ളവും കൊണ്ട് പോണത്. കോരന്റെ കുട്ടിയുടെ കല്യാണമാണ്. നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരണുണ്ടോന്നറിയാനാണ്. വരണണ്ടേ, നമുക്ക് ഒരുമിച്ച് പോകാല. അപ്പം പൊക്കോ, എന്റെ കാര്യം പറയാൻ പറ്റൂല. അപ്പൊ വന്നിട്ട് കാണാം. ശരി. എടാ എടാ ഒന്ന് നിന്നേ. ഓ, എന്താണപ്പാ? എടാ ദേ ഒരാളെ കണ്ട. ഇന്നലെ ഈ കടാപ്പുറത്ത് അത്ഭുതം പ്രവർത്തിച്ച മാന്ത്രികളാണ്. നമുക്കൊന്ന് പോയി പരിചയപ്പെട്ടാലാ? പണിയെടുക്കാണ്ട് ഭക്ഷണം കഴിക്കാനുള്ള വല്ല മന്ത്രം പഠിപ്പിച്ചു തരും. നിങ്ങെന്തിനാണ് മന്ത്രം പഠിക്കണത്? മന്ത്രം പഠിക്കാതെ തന്നെ അപ്പനിപ്പൊ പണിയെടുക്കാതെയാണല്ലോ ഭക്ഷണം കഴിക്കണത്. അപ്പൻ സമയമെടുത്ത് ചോദിച്ച് മനസ്സിലാക്ക്. ഞാൻ പോണേണ്. ദേ ഒന്ന്
ഒന്ന് നിന്നേ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ല. മാന്ത്രികന്റെ പേരെന്താണ്? സുഹൃത്തെ, ഞാനൊരു മാന്ത്രികനല്ല, മന്ത്രവിദ്യ പഠിച്ചിട്ടുമില്ല. പിന്നെ നിങ്ങൾ ആരാണ്? എൻ്റെ പേര് തോമസ്. ഞാനിവിടെ ഒരു കൊട്ടാരം പണിയാൻ വന്നതാണ് എൻ്റെ രാജാവിന്. രാജശില്പിയാണല്ലേ? അതെ. എവിടം വരെയായി കൊട്ടാരത്തിന്റെ പണി? പണി പുരോഗമിക്കുന്നു. ഈ ഭാരതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ, കോക്കമംഗലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ രാജാവിൻ്റെ കൊട്ടാരത്തിന് ഞാൻ അടിത്തറയിട്ടു. ദൈവങ്ങളെ, രാജാവ് കോടീശ്വരനാണല്ല. എന്തുമാത്രം സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന് കൊട്ടാരമുള്ളത്. ഇവിടെ മാത്രമല്ല, ലോകത്ത് പല സ്ഥലങ്ങളിലും എൻ്റെ രാജാവിൻ്റെ കൊട്ടാരം പണിതു കഴിഞ്ഞു. എന്തിന്? ഈ ലോകം തന്നെ ആ രാജാവിൻ്റെ കൊട്ടാരമല്ലേ? എന്താണ് ആ രാജാവിൻ്റെ പേര്? യേശു ക്രിസ്തു. അങ്ങനെ ഒരു രാജാവിനെ പറ്റി കേട്ടിട്ടില്ലല്ല. ഞാൻ പറഞ്ഞു തരാം. യേശുക്രിസ്തു എന്ന രാജാവ് ആരാണെന്നും ആ രാജാവിനെ ഞാൻ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്നും. എനിക്ക് ദിദിമോസ് എന്നൊരു പേരുകൂടിയുണ്ട്. ദിദിമോസ് എന്ന് വെച്ചാൽ ഇരട്ടകളിൽ ഒരാൾ എന്നാണ് അർത്ഥം. അമ്മ ഞങ്ങളെ ഇരട്ട പ്രസവിച്ചതാണ്. പാലസ്തീന എന്ന രാജ്യത്തിലെ ഗലീലി എന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടെയായിരുന്നു ഞങ്ങളുടെ ജനനം. പൊന്മണി മുത്തേ അമ്മയ്ക്കിന്നും കൺമണിയേ, കുഞ്ഞി കണ്ണു തുറന്നു ചിരിക്കും മരുമക്കിങ്ങിണിയേ. കുഞ്ഞി പൊന്മണി മുത്തേ അമ്മയ്ക്കിന്നും കൺമണിയേ, കുഞ്ഞി കണ്ണു തുറന്നു ചിരിക്കും മരുമക്കിങ്ങിണിയേ. മാനത്തമ്പിളി മാമനുണർന്നു തൂവെള്ളിച്ചിരിയാൽ, വെൺമേഘത്തിൻ ചിറകിലണഞ്ഞു കാവൽ ദൂതന്മാർ. മാനത്തമ്പിളി മാമനുണർന്നു തൂവെള്ളിച്ചിരിയാൽ, വെൺമേഘത്തിൻ ചിറകിലണഞ്ഞു കാവൽ ദൂതന്മാർ. കുളിരു നിനക്കു പകർന്നേകാൻ പൂന്തെന്നൽ വരവായി, തഴുകിത്താലോലിക്കാൻ വാനവവൃന്ദം നിരയായി. കുഞ്ഞി പൊന്മണി മുത്തേ അമ്മയ്ക്കിന്നും കൺമണിയേ, കുഞ്ഞി കണ്ണു തുറന്നു ചിരിക്കും മരുമക്കിങ്ങിണിയേ.
ദൈവപിതാവിൻ കൽപ്പനയെന്നും കാത്തുപുലർത്തേണം. അനുസരണത്തിൻ മാതൃകയായിട്ടെന്നും വളരേണം. ദൈവപിതാവിൻ കൽപ്പന എന്നും കാത്തുപുലർത്തേണം. അനുസരണത്തിൻ മാതൃകയായിട്ടെന്നും വളരേണം. സ്നേഹത്തിൻ പൂത്തിരികൾ നിന്നുടെ കരളിൽ തെളിയണം. നല്ലവനായി വളർന്നീ ഭൂവിൽ നന്മ നിറയ്ക്കേണം. കുഞ്ഞി പൊന്മണി മുത്തേ അമ്മയ്ക്കെന്നും കൺമണിയേ, കുഞ്ഞി കണ്ണു തുറന്നു ചിരിക്കും അരുമക്കിങ്ങിണി. ഒരുപാട് സന്തോഷം നിറഞ്ഞതല്ലായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. പക്ഷേ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ, സാമൂഹ്യ തിന്മകൾക്കെതിരെ, ഭരണകൂടത്തിൻ്റെ അരാജകത്വത്തിനെതിരെ പോരാടാൻ ഞങ്ങൾ കുറച്ച് യുവാക്കൾ തീരുമാനിച്ചു. റോമാ സാമ്രാജ്യത്തിൻ്റെ പതനം, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ കഫർനാം, നിങ്ങൾ ഗലീലി, ഇസ്രായേൽ ജനത്തെ നമുക്ക് രക്ഷിക്കണം. നമ്മുടെ ജനത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്ന റോമൻ സൈനികരെ വെട്ടിക്കൊല്ലണം. അധ്വാനിക്കുന്നതിലേറെ നമുക്ക് നികുതിയായി കൊടുക്കേണ്ടി വരുന്നു. നികുതി പിരിവിൽ കള്ളത്തരം കാണിക്കുന്ന ചുങ്കക്കാരെയാണ് ആദ്യം കൊന്നൊടുക്കേണ്ടത്. സാധാരണക്കാരെ നിത്യ പട്ടിണിയിലാക്കി പട്ടണത്തിൽ പോയി സുഖമായി കഴിയുന്ന മുതലാളി വർഗമില്ലേ, അവരെയും നിഷ്കരുണം വധിക്കണം. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന മതനേതാക്കന്മാർ, അവർക്കും കിട്ടണം ശിക്ഷ. എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് നിശബ്ദ അംഗീകാരം നൽകി. ഒളിഞ്ഞും തെളിഞ്ഞും കഴിവിനൊത്ത് അവർ ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ പാലസ്തീനായിൽ പലയിടങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. തിരുനാളുകളോടനുബന്ധിച്ച് പലപ്പോഴും റോമൻ പടയാളികളെ ഞങ്ങൾ വധിക്കുമായിരുന്നു. ചെറിയ റോമൻ പട്ടാള വിഭാഗങ്ങളെ ഒളിച്ചിരുന്ന് ആക്രമിക്കും. അത്തരമൊരു ഒളിപ്പോരിലാണ് എനിക്കെൻ്റെ ഇരട്ട സഹോദരനെ നഷ്ടമായത്. പേടിച്ചുപോയോ? എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ. എന്താ നിന്റെ പേര്? ജോവാൻ. നല്ല പേര് ജോവാൻ. നീ എത്ര സുന്ദരിയ. നിന്റെ സൗന്ദര്യം എന്നും എന്റെ യാത്രയ്ക്ക് തടസ്സമാണ്. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ സുന്ദരിയായ നിന്നെ കണ്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയിട്ടുണ്ട്. എനിക്ക് പോണം, എനിക്കെന്റെ വീട്ടിലേക്ക് പോണം. മിണ്ടിപ്പോകരുത്. അയ്യോ, പേടിച്ചുപോയോ?
പേടിക്കേണ്ട, ഞാൻ നിന്നൊന്നും ചെയ്യില്ല. നീ എന്റെ കൂടെ പോരുന്നു, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം. ഇല്ല ഇല്ല. അതെന്താ? എന്നെ നിനക്കിഷ്ടമല്ലേ? ഞാനും ഒരു മനുഷ്യനാ, എല്ലാ വികാരങ്ങളുമുള്ള ഒരു പച്ച മനുഷ്യൻ. ഡാ, നീ ചെവിയിൽ നുള്ളിക്കോ. ഒരു റോമൻ സൈനികന് നീ വേദനിപ്പിച്ചു വിട്ടിരിക്കുന്നേ. പോടാ. ജോവാൻ, നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഈ വഴിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന്? ഇപ്പോൾ ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? തോമസ്, നിനക്കെന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ നീ എന്നെ രക്ഷിച്ചത്? നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും ഞാൻ രക്ഷിച്ചേനെ. ശരി, സമ്മതിച്ചു. നിനക്കെന്നെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്? ജോവാൻ, നിന്നെ പ്രണയിക്കാനും വിവാഹം കഴിക്കാനുമുള്ള ഒരവസ്ഥയിലല്ല ഞാനിപ്പോൾ. തോമസ്. അതെ ജോവാൻ, നീ എന്നെ മറന്നേ പറ്റൂ. തോമസ്, എന്ത് നിസ്സാരമായാണ് നീ ഏത് പറഞ്ഞത്? എന്റെ സ്നേഹത്തിന് നീ അപ്പോൾ അത്ര വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ അല്ലേ? ഞാനും നീയുമടങ്ങുന്ന ഇസ്രായേൽ ജനത്തിന്റെ വിമോചനം, അതാണ് എന്റെ ലക്ഷ്യം. അതിനെന്റെ പ്രണയം ഒരു തടസ്സമാണോ? തടസ്സമായേക്കാം ജോവാൻ. നിന്റെ പ്രണയം ചിലപ്പോൾ അതിനൊരു തടസ്സമായേക്കാം. ഒരുപക്ഷെ നീയും കേട്ട് കാണും യേശുവിനെ പറ്റി. അവൻ ഇസ്രായേലിനെ മോചിപ്പിക്കുമെന്ന് എനിക്കുറപ്പാണ്. അവൻ എന്നെ വിളിച്ചിരിക്കുന്നു അവന്റെ ശിഷ്യനാകാൻ. ഞാൻ അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഞാൻ നിന്നെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളൊക്കെ പാഴ്ക്കിനാക്കളായിരുന്നല്ലേ? നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. നിന്റെ ലക്ഷ്യങ്ങൾക്ക് ഞാനൊരു തടസ്സമാകുന്നില്ല. നിന്റെ കൂടി നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അത് നീ മറക്കരുത്. മനസ്സിലായി തോമസ്. പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുക്കുന്നത്. ജോവാൻ, ഒരുപക്ഷെ നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്ന അവസാന നിമിഷമായിരിക്കാം ഇത്. ഞാൻ ഇന്നു തന്നെ പുറപ്പെടുകയാണ്. ഇനിയുള്ള ജീവിതം അവന്റെ ശിഷ്യനായി. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത്. യേശുവും ഞങ്ങൾ 12 ശിഷ്യന്മാരും. അവന്റെ കൂടെയുള്ള യാത്രകൾ ഇപ്പോഴും നിറം മങ്ങാതെ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. പ്രവാചകന്മാരും പൂർവപിതാക്കളും അരുളിയ വചനമിതാ ഭൂവിൽ വരവായി മാനുവേ. പ്രവാചകന്മാരും പൂർവപിതാക്കളും അരുളിയ വചനമിതാ ഭൂവിൽ വരവായി മാനുവേ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം. ഇമ്മാനുവേ, ഇമ്മാനുവേ, നമ്മോട് കൂടെയല്ലോ.
എന്നാളിലും എന്നേരവും സാമോദം വാഴുമല്ലോ. ഇമ്മാനുവേ ഇമ്മാനുവേ നമ്മോട് കൂടെയല്ലോ. എന്നാളിലും എന്നേരവും സാമോദം വാഴുമല്ലോ. ശിശുക്കളെ തടയേണ്ട, അവർ എൻ്റെ അടുക്കൽ വരട്ടെ. കാർമേഘം പോലുള്ളതാം തിന്മകൾ കഴുകിയകറ്റിയിടുന്നു. വെൺമഞ്ഞു പോലെയെന്നും നമ്മെ നിർമ്മലമാക്കിയിടുന്നു. ആത്മാവിലെന്നും ആശ്വാസമേകും ആനന്ദ കുളിർ പകരാൻ ഭൂവിൽ വരവായി ഇമ്മാനുവേ വരവായി ഇമ്മാനുവേ. ഗുരു, എന്റെ മകനെ സുഖപ്പെടുത്തണം. അവന് പിശാച് ബാധിച്ചിരിക്കുന്നു. ഇമ്മാനുവേ ഇമ്മാനുവേ നമ്മോട് കൂടെയല്ലോ. എന്നാളിലും എന്നേരവും സാമോദം വാഴുമല്ലോ. ഇമ്മാനുവേ ഇമ്മാനുവേ നമ്മോട് കൂടെയല്ലോ. എന്നാളിലും എന്നേരവും സാമോദം വാഴുമല്ലോ. കർത്താവേ, എന്നെ രക്ഷിക്കണേ. എന്റെ മകൻ മരിച്ചുപോയി. യേശുവിൻ കരതാരിൽ എന്നും താഴ്മയായി വാണിടുകിൽ. നീതിയിൽ വഴി നടത്തും നാഥൻ കൈകളിൽ താലോലിക്കും. സന്മനസ്സുള്ളോർക്ക് ശാന്തി നിറയ്ക്കും ജീവന്റെ വചനവുമായി ഭൂവിൽ വരവായി ഇമ്മാനുവേ വരവായി ഇമ്മാനുവേ. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. പ്രവാചകന്മാരും പൂർവപിതാക്കളും അരുളിയ വചനമിതാ ഭൂവിൽ വരവായി ഇമ്മാനുവേ വരവായി ഇമ്മാനുവേ വരവായി ഇമ്മാനുവേ വരവായി ഇമ്മാനുവേ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. പത്രോസ്, വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായ് വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചോടിപ്പോകുന്നു. ചെന്നായ് വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി
താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. പത്രോസ്, ആരാണ് വന്നിരിക്കുന്നത്? ഗുരുവേ, ബഥാനിയയിൽ നിന്നും ഒരു ദൂതനാണ്. കഴിഞ്ഞ ദിവസം അങ്ങയുടെ സ്നേഹിതൻ ലാസർ രോഗിയാണെന്ന് അറിയിച്ചിരുന്നില്ലേ? അദ്ദേഹം മരിച്ചു. നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയാണ്. എന്നിട്ടും നീ അങ്ങോട്ട് തന്നെ പോവുകയാണോ? പകലിന് 12 മണിക്കൂറല്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു. കാരണം അവന് പ്രകാശമില്ല. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അവനെ ഉണർത്തുവാൻ ഞാൻ പോകുന്നു. കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. പത്രോസ്, ദൂതൻ തിരിച്ചുപോയോ? ഇല്ല ഗുരു. പത്രോസ്, ഇപ്പോൾ ഗുരുവിനെ യൂദയായിലേക്ക് വിടുന്നത് ആപത്താണ്. യഹൂദർ ഭ്രാന്ത് പിടിച്ചു നടക്കുകയാണ്. അവരുടെ കയ്യിൽ കിട്ടിയാൽ ഗുരുവിനെ മാത്രമല്ല നമ്മെയും അവർ കൊല്ലും. ലജ്ജ തോന്നുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ? സ്വന്തം ജീവൻ സംരക്ഷിക്കാമെന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടല്ല നമ്മൾ ആരും അവന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്. ഏതെങ്കിലും ഒരു ദിവസം മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. വാ, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അന്ന് യഹൂദർ ഞങ്ങളെ ഒന്നും ചെയ്തില്ല. പക്ഷേ ഗുരുവിനെ പിടിക്കാൻ അവർ ശക്തമായി കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. പെസഹ ആഘോഷങ്ങൾക്ക് ശേഷം ഗത്ശമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു ഞങ്ങൾ. അവിടെ വെച്ച് അവർ ഞങ്ങളുടെ ഗുരുവിനെ പിടിച്ചുകൊണ്ടുപോയി. എടിയേ, ആരാ ഈ അറപ്പുരയൊക്കെ തുറന്നിട്ട്? ഒന്നിനൊരു അടുക്കും ചിട്ടിയില്ലല്ലോ. അപ്പാ, ആരാ ഇതിനകത്ത്? തോമസ്, നീ ഇവിടെ? ഇന്നലെ രാത്രി ഈ അറപ്പുരയിൽ കയറി ഒളിച്ചതാ. അപ്പാ, ഗുരുവിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾക്കാർക്കും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചോടിപ്പോയി. എങ്ങനെയെങ്കിലും ഗുരുവിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. തോമസ്, സമയം വൈകിപ്പോയി മോനെ. ഗുരുവിനെ അവർ കൊന്നു. ഗുരുവേ! ഇന്നലെ രാത്രി തന്നെ ഗുരുവിനെ അവർ വിചാരണ ചെയ്തു. ഇന്ന് കാലുവരി മലയുടെ മുകളിൽ 2 കള്ളന്മാരുടെ മധ്യേ ഗുരുവിനെ അവർ കുരിശിൽ തറച്ചു കൊന്നു.
ഇനിമേൽ നിങ്ങൾ ദാസരല്ല, എൻ്റെ സ്നേഹിതരാണ്. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. തോമസ്, യാക്കോബ് നമ്മുടെ ഗുരു. യാക്കോബ്, ബാക്കിയുള്ളവരൊക്കെ അറിയില്ല തോമസ്, നമുക്ക് കരഞ്ഞു നിൽക്കാൻ സമയമില്ല. അവരുടെ കയ്യിൽ നമ്മുടെ പേരുകളുമുണ്ട്. അതെ, അവർ ഞങ്ങളെയും അന്വേഷിക്കുന്നുണ്ട്. ഈ സ്ഥലത്തു നിന്നും ഉടനെ മാറിയേ പറ്റൂ. നമ്മൾ എങ്ങോട്ട് പോകും? അറിയില്ല, എനിക്കറിയില്ല തോമസ്. നമുക്ക് ഗുരുവിനോടൊപ്പം അവസാന അത്താഴം കഴിച്ച ആ സ്ഥലത്തേക്ക് പോയാലോ? ശരിയാ, അങ്ങോട്ട് പോകാം. നമ്മെ അന്വേഷിക്കുന്നവർക്ക് ആ സ്ഥലം അറിയില്ല. വാ, വേഗം പുറപ്പെടാം. അപ്പ ഞങ്ങൾ പോകട്ടെ. ധൈര്യമായിട്ട് പോയി വാ മക്കളെ. വല്ലാത്ത ഭയത്തോടെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഓരോ ചുവടിലും അപകടം പതിയിരുപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. വഴിയിൽ കണ്ട മുഖങ്ങളൊക്കെ ഞങ്ങളെ തുറിച്ചു നോക്കി. ഏതു നിമിഷവും അവർ ഞങ്ങളെ പിടിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. പോകുന്ന വഴിക്കാണ് യാക്കോബ് ആ സത്യം എന്നോട് പറഞ്ഞത്. ഞങ്ങളുടെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തതാണ് 30 വെള്ളിക്കാശിന്. അതും ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരുവൻ തന്നെ, യൂദാസ്. അവൻ പണ്ടേ പണക്കുതിയനായിരുന്നു. പക്ഷേ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത വിഷമത്തിൽ അവൻ പോയി തൂങ്ങി മരിച്ചു. ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞില്ലേ? എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് അവനെ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? സാരമില്ല പത്രോസ്, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ ഗുരുവിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി നമ്മോടൊപ്പം യാത്ര ചെയ്യാൻ, നമ്മുടെ സങ്കടം കാണാൻ, നമ്മുടെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കാൻ ഇനി നമ്മുടെ ഗുരുവില്ല. വാതിൽ തുറക്കൂ. യാക്കോബിന്റെ ശബ്ദമല്ലേ അത്? അതെ. തോമസ്, നമ്മുടെ ഗുരു. ഗുരുവിനെ എവിടെയാ അടക്കിയിരിക്കുന്നേ? അരിമത്യക്കാരൻ ജോസഫ് അവന്റെ തോട്ടത്തിലെ കല്ലറയിലാ. പാടില്ല. അവന്റെ ശരീരം ഈ ജെറുസലേമിൽ കിടന്നഴിയാനുള്ളതല്ല. അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഗലീലിയാണ്. അവിടേക്ക് കൊണ്ടുപോകണം. തോമസ്, നീ എന്താ പറയുന്നേ? അതെ, ഉടനെ അവന്റെ ശരീരം നമുക്ക് വിട്ടുകിട്ടണം. തോമസ്,
ഇപ്പോൾ പുറത്തു പോകുന്നത് അപകടമാണ്. അവർ നമ്മെ പിടിച്ചുകൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ്. ഇല്ല, എന്റെ ഗുരുവിന്റെ ശരീരം ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എന്ത് മണ്ടത്തര ഈ പറയുന്നേ? മണ്ടത്തരം? അതെ, മണ്ടത്തരം. നമ്മൾ എന്താ അവന് വേണ്ടി ചെയ്തേ? അവൻ നമ്മെ സ്നേഹിതന്മാരെന്ന് വിളിച്ചില്ലേ? നമ്മുടെ കാല് കഴുകി ചുംബിച്ചില്ലേ? നമ്മൾ എന്താ ചെയ്തേ? ഭീരുക്കളെ പോലെ അവനെ തനിച്ചാക്കി ഓടിപ്പോയി. നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ഞാൻ പോകും. ഗുരുവിന്റെ ശവകുടീരത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ ഗുരുവിന്റെ കൂടെ ഞാനും പോയെന്ന് കരുതിയേക്ക. അരിമത്തിക്കാരൻ ജോസഫിന്റെ തോട്ടത്തിന് റോമൻ സൈനികരുടെ ശക്തമായ കാവലുണ്ടായിരുന്നതിനാൽ എനിക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഗുരു മരിച്ചതിൻ്റെ 3-ാം ദിവസം ഒരു വാർത്ത കേട്ടു. അവന്റെ കല്ലറ ശൂന്യമായിരിക്കുന്നു. അവന്റെ ശവശരീരം അന്വേഷിച്ചുള്ളതായിരുന്നു പിന്നീടുള്ള എൻ്റെ യാത്രകൾ. തോമസ്, തോമസ്, നീ എവിടെയായിരുന്നു? ഞാൻ ഗുരുവിന്റെ ശരീരം അന്വേഷിക്കുകയായിരുന്നു. നീ ഇനി അത് അന്വേഷിക്കണ്ട. ഞങ്ങൾ അവനെ കണ്ടു, ഇവിടെ വെച്ച്. അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമസ്, നമ്മുടെ ഗുരു ജീവിക്കുന്നുണ്ട്. അവൻ തിരിച്ചു വന്നിരിക്കുന്നു. പ്രവചിച്ച പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ഗുരു സത്യമായും ദൈവപുത്രനാണ്. ഞങ്ങൾ എല്ലാവരും അവനെ കണ്ടു. അവൻ ഞങ്ങളോട് സംസാരിച്ചു. എപ്പോഴാ അവൻ വന്നത്? അല്പം മുമ്പ്. നീ ഇവിടെ എത്തുന്നതിന് മുമ്പ്. ഞങ്ങൾ അപ്പം മുറിക്കുന്ന നേരത്ത്. ഞാനില്ലാത്തപ്പോ അവൻ നിങ്ങളെയൊക്കെ കാണാൻ വന്നു അല്ലേ? അതെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. തോമസ്, നിനക്ക് ഞങ്ങളെ വിശ്വാസമാകുന്നില്ലേ? അവൻ ഞങ്ങൾക്ക് സമാധാനം ആശംസിച്ചു. അവൻ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നിർത്ത്! നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഞാനും അവന്റെ ശിഷ്യനാ. അവൻ എനിക്ക് മാത്രം പ്രത്യക്ഷപ്പെടാതെ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? ഇല്ല, എനിക്കതിന് കഴിയില്ല. അവന്റെ കൈകളിലെ ആണിപ്പഴുതുകളിൽ എന്റെ വിരലിടാതെ, അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കാതെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല. ഗുരുവേ, നീ ഇത്ര ക്രൂരനാണോ? നീ സ്നേഹത്തോടെ വിളിച്ചപ്പോ ഒന്നും നോക്കാതെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിന്റെ പിന്നാലെ ഇറങ്ങി വന്നതല്ലേ? ഇപ്പോ ബാക്കി എല്ലാവർക്കും നീ പ്രത്യക്ഷപ്പെട്ടില്ലേ? എന്നെ നീ മറന്നോ? എനിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്റെ ഗുരുവേ,
മറനീക്കി സ്നേഹം പകർന്നു നൽകും നിറശാന്തി വാത്സല്യമങ്ങു മാത്രം. മുറിവേറ്റ നെഞ്ചിൽ ഞാൻ ചേർന്നിടട്ടെ, മറയുവാനെൻ നെഞ്ചിൻ ദുഃഖമാകെ. മറനീക്കി സ്നേഹം പകർന്നു നൽകും നിറശാന്തി വാത്സല്യമങ്ങു മാത്രം. നീക്കിടാനങ്ങു ചിന്തിയല്ലോ മുറിവുകളോർക്കാതെ രക്തധാര. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കറ നീക്കിടാനങ്ങ് ചിന്തിയല്ലോ മുറിവുകളോർക്കാതെ രക്തധാര. കുറയുവാനെൻ ദുഃഖബാഷ്പധാര. പറയുവാനാവില്ല സ്നേഹസാരം. കുറയുവാനെൻ ദുഃഖബാഷ്പധാര. പറയുവാനാവില്ല സ്നേഹസാരം. പറയുവാനാവില്ല സ്നേഹസാരം. കാണുന്ന പോലെയല്ല നിറയും നിൻ സ്നേഹത്തിൻ ദീപ്തിപൂരം. നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയും. പുറമേ ഞാൻ കാണുന്ന പോലെയല്ല നിറയും നിൻ സ്നേഹത്തിൻ ദീപ്തിപൂരം. ചിറ പൊട്ടിയൊഴുകും ജലം കണക്കെ നിറയട്ടെ അനുതാപമെന്റെ ഉള്ളിൽ. ചിറ പൊട്ടിയൊഴുകും ജലം കണക്കെ നിറയട്ടെ അനുതാപമെന്റെ ഉള്ളിൽ. നിറയട്ടെ അനുതാപമെന്റെ ഉള്ളിൽ. എല്ലാം പൂർത്തിയായിരിക്കുന്നു. മുറിവേറ്റ നെഞ്ചിൽ ഞാൻ ചേർന്നിടട്ടെ, മറയുവാനെൻ നെഞ്ചിൻ ദുഃഖമാകെ. മറനീക്കി സ്നേഹം പകർന്നു നൽകും നിറശാന്തി വാത്സല്യമങ്ങു മാത്രം. മുറിവേറ്റ നെഞ്ചിൽ ഞാൻ ചേർന്നിടട്ടെ, മറയുവാനെൻ നെഞ്ചിൻ ദുഃഖമാകെ. മറനീക്കി സ്നേഹം പകർന്നു നൽകും നിറശാന്തി വാത്സല്യമങ്ങു മാത്രം. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്?
എനിക്ക് അവനെ ഒന്ന് കാണണം. എന്റെ ഗുരുവിനെ എനിക്കൊന്ന് കാണണം. നിങ്ങൾക്ക് സമാധാനം. തോമസ്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. ഗുരു, എന്നോട് ക്ഷമിക്കൂ. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വചനം തെളിയും വീഥികളിൽ ശാന്തി മാത്രം സൗഹൃദം. ഈശോ നിറയും മനസ്സുകളിൽ സ്നേഹം മാത്രം സാന്ത്വനം. വചനം തെളിയും വീഥികളിൽ ശാന്തി മാത്രം സൗഹൃദം. രക്ഷകനായി ഞാൻ കൂടെയുണ്ട്, ഭയമരുതേ ഇനിയൊരു നാളും. വചനപാതയിൽ നീ നടന്നാൽ
ഞങ്ങളുടെ ഗുരു ആരാണെന്നും ആ ഗുരുവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അനുഭവം എന്താണെന്നും ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെന്ന് തോന്നി. ഗുരുവാണ് ഞങ്ങളോട് കൽപ്പിച്ചത്, ഈ ലോകം മുഴുവൻ പോയി അത് പ്രഘോഷിക്കാൻ. ഞങ്ങൾ അവൻ്റെ ശിഷ്യന്മാർ ഓരോരോ രാജ്യത്തേക്ക് പുറപ്പെട്ടു, ആ ക്രിസ്തു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി. തോമസ്, തോമസ്, ദേ വരുന്നു. ഒന്ന് വേഗം വാ. എന്താ എന്താ കാര്യം? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല, എന്താ അത്? നീ പോകാനിരിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി വരച്ചു വാങ്ങിച്ചു ഞാൻ. കാണിച്ചേ, നോക്കട്ടെ. ഇത് അലക്സാൻഡ്രിയ. ഇവിടെ നിന്നും കപ്പലിൽ ചെങ്കടലിലൂടെ യാത്ര ചെയ്യണം. അങ്ങനെ അറബിക്കടലിലെത്തണം. അറബിക്കടലിലൂടെ നീ യാത്ര ചെയ്ത് മുസൂരീസ് എന്ന തുറമുഖത്തെത്തും. ചേര രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഈ മുസൂരീസ്. നീ കേട്ടിട്ടുണ്ടോ ഈ സ്ഥലത്തെ പറ്റി? പേര് മാത്രം കേട്ടിട്ടുണ്ട്. ഇന്ന് ചന്തയിൽ ചെന്നപ്പോ ഒരു കച്ചവടക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹമാണിത് വരച്ചു തന്നത്. കച്ചവടത്തിന്റെ ആവശ്യങ്ങൾക്ക് അവർ ഇടയ്ക്കിടെ പോകുന്ന സ്ഥലമാണത്രേ ഈ മുസൂരീസ്. എന്ത് കച്ചവടം? സുഗന്ധവ്യഞ്ജനങ്ങളില്ലേ, അതിന്റെ കലവറയാണ് ഈ ചേര രാജ്യം. ഏലം, ചന്ദനം, ചുക്ക് ഇവയൊക്കെയാണ് ആ രാജ്യത്തു നിന്നുള്ള പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങൾ. കുരുമുളകെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം. കച്ചവടക്കാർ അതിനെ വിളിക്കുന്നതേ കറുത്ത പൊന്നെന്നാ. അവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണെന്നറിയോ? നീ പേടിക്കണ്ട, ഇഷ്ടം പോലെ യഹൂദർ അവിടെ താമസിക്കുന്നുണ്ട്. ഒരുപാട് നാട്ടുരാജ്യങ്ങളുള്ള സ്ഥലമാണത്രേ ഈ ചേരരാജ്യം. അങ്ങനെയൊരു നാട്ടുരാജ്യമാണ്. ഓരോ നാട്ടുരാജ്യത്തുള്ളവരും വ്യത്യസ്ത സ്വഭാവക്കാരാകും. സാരമില്ല, മീൻപിടുത്തക്കാരായ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നല്ലേ ഗുരു നമ്മളോട് പറഞ്ഞത്? കടലിൽ എത്ര തരം മത്സ്യങ്ങളെ കാണുന്നവരാ നമ്മൾ. അതുപോലെ തന്നെയാ മനുഷ്യരും. ഓരോ മനുഷ്യനെയും സ്വന്തമാക്കാനുള്ള വഴികൾ ഗുരു നമ്മെ പഠിപ്പിക്കും. ശരിയാ, ആ വഴികൾ അവൻ കാണിച്ചു തരും. നാളെയാണ് ഞാൻ പോകുന്ന ദിവസം. നീ പറഞ്ഞ പോലെ കേട്ടുകേൾവി മാത്രമുള്ളൊരു രാജ്യം. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഇനി കണ്ടുമുട്ടുമോ തോമസ്? സാധ്യതയില്ലടാ. ഗുരുവിൻ്റെ വാക്കുകൾ നീ ഓർക്കുന്നില്ലേ? അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അപ്പൊ ഇനി സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമല്ലേ? ഗുരുവേ, ഇതാണ് ഞാൻ പോകുന്ന സ്ഥലം. അവിടുത്തെ ഭാഷ എന്താണെന്ന് എനിക്കറിയില്ല, സംസ്കാരം എന്താണെന്ന് അറിയില്ല, ആളുകൾ എങ്ങനെയുള്ളവരാണെന്നോ അവരോട് എന്ത് പറയണമെന്നോ എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം അറിയാം, എൻ്റെ ഗുരു എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന്. ആ ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. തോമസ്, ഗുരുവേ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവേൻ. പേടിച്ചോ? ഇല്ല ഗുരു, അങ്ങ് കൂടെയുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. നാളെ നീ ചന്തയിൽ ചെല്ലുമ്പോൾ ഹാബാൻ എന്നൊരാളെ പരിചയപ്പെടും. ഹാബാനോ? അതെ, ഹാബാൻ. നീ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് നിന്നാണ് ഹാബാൻ വരുന്നത്. അവിടുത്തെ ഒരു രാജകൊട്ടാരത്തിലെ മേലുദ്യോഗസ്ഥൻ. അവനൊരു വിദഗ്ധനായ ശില്പിയെ അന്വേഷിച്ചാണ് ഈ നാട്ടിൽ വന്നിരിക്കുന്നത്. അവന്റെ രാജാവിന് ഒരു കൊട്ടാരം പണിയാൻ. നീയാണ് ആ ശില്പി. ഞാനോ? ഞാനൊരു മുക്കുവനല്ലേ? എനിക്ക് ആശാരിപ്പണിയൊന്നും വലിയ വശമില്ല. നിനക്ക് ഞാൻ ആരാണെന്നറിയോ? ഞങ്ങളുടെ ഗുരു. ശരിയാ, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്. ഒപ്പം ഞാനൊരു ആശാരിയുടെ മകനാണ്.
നിലം തികഞ്ഞ ഒരു തച്ചൻ്റെ മകൻ ജോസഫ്. ആ അപ്പൻ്റെ കൈപുണ്യം മകന് കിട്ടാതിരിക്കോ? ഞാൻ പഠിപ്പിക്കാം നിന്നെ ആശാരിപ്പണി. ഗുരുവേ. എന്താ, സംശയമുണ്ടോ? ഇല്ല ഗുരുവേ. ഒരു പരിപൂർണ ശില്പിയാക്കി നിന്നെ ഞാൻ മാറ്റും. നീ പോകുന്ന ഇടങ്ങളെല്ലാം നിന്റെ സാന്നിധ്യം കൊണ്ട് വിശുദ്ധമായി തീരും, കൂടുതൽ പ്രകാശമുള്ളതായി തീരും. ഞാൻ നിന്റെ കൂടെയുണ്ടായിരിക്കും. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഗുരു പറഞ്ഞ പോലെ അടുത്ത ദിവസം തന്നെ ഞാൻ ഹാബാനെ കണ്ടുമുട്ടി. ഞാനൊരു ശില്പിയാണെന്നറിഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമായി. ഹാബാൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു, ഈ ഭാരതത്തിലേക്ക്. ഹാബാൻ എന്നെ അവൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് എങ്ങനെയാണ് കൊട്ടാരം പണിയേണ്ടതെന്ന് നിർദ്ദേശങ്ങൾ എനിക്ക് നൽകി. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എൻ്റെ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു കൊട്ടാരം പണിതു. മനോഹരമായൊരു കൊട്ടാരം. ഈ ഭൂമിയിലല്ല, അങ്ങ് സ്വർഗത്തിൽ. ഇത് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. എന്ത് തീരുമാനം? ഇനി വേറെ തീരുമാനമൊന്നുമില്ല. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സഭ കൂടി തീരുമാനിക്കണമെന്നാ നിയമം. അതെവിടത്തെ നിയമം? വ്യക്തിപരമായി ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെയുണ്ട്. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? മതം മാറ്റം, അത് തന്നെ പ്രശ്നം. മതം മാറ്റോ? തെളിച്ചു പറയാ.
ഞാൻ പറയാം. തോമസ് എന്ന് പേരുള്ള ഒരു വിദേശി നമ്മുടെ നാട്ടിലെത്തിയിരിക്കണു. ആ എബിയൻ നാട്ടിലുള്ള ബ്രാഹ്മണന്മാരെ മുഴുവൻ മതം മാറ്റാൻ ശ്രമിക്കണു. ബ്രാഹ്മണന്മാരെ മാത്രമല്ല, താഴ്ന്ന ജാതിക്കാരെയും ആ ശുംഭൻ മതം മാറ്റുന്നുണ്ട്. അങ്ങനെ അധിക്ഷേപിക്കാൻ വരട്ടെ. അദ്ദേഹം നിർബന്ധിച്ച് മതം മാറ്റാൻ വന്ന ആളല്ല. മതം മാറിയെന്ന് പറയുന്നവര് സ്വന്തം ഇഷ്ടമനുസരിച്ച് മാറിയവരാ. അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അദ്ദേഹം ഒരു പുതിയ മാർഗം പറഞ്ഞു തന്നു, ക്രിസ്തു മാർഗം. അത് സ്വീകരിക്കാൻ മനസ്സുള്ളവർക്ക് ജ്ഞാനസ്നാനം നൽകി, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ വ്യക്തി വല്ല കച്ചവടം നടത്തുന്നുണ്ടോ ഇവിടെ? ഇല്ല. കച്ചവടം നടത്താൻ വന്നതല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ വിദേശി ഇവിടെ വന്നിരിക്കണേ? അദ്ദേഹം ഒരു ശില്പിയാണ്. രാജാവിന് കൊട്ടാരം പണിയാൻ വന്നതാ. ശുദ്ധ സംബന്ധം. ആ എബിനെ കുറിച്ച് നോം ശരിക്കും പഠിച്ചിരിക്കണു. ഇവിടെ ഈ പാലയൂര് മാത്രമല്ല, മുസൂരീസിലും നിരണത്തും കൊട്ടക്കാവും കൊല്ലത്തും ഒക്കെ ഈ ഇഷ്ടം പോലെ ആളുകളെ ശുഭൻ മതം മാറ്റിയിരിക്കണു. അങ്ങുന്നേ, അദ്ദേഹം ദൈവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവത്തെ കുറിച്ചോ? ഏത് ദൈവം? യേശുക്രിസ്തു. യേശുക്രിസ്തുവോ? അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് നോം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദൈവമുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിലെ ജനിച്ചു വളർന്ന് ഒരുപാട് നന്മകൾ ചെയ്ത് അവസാനം മരിച്ചു ഉത്ഥാനം ചെയ്ത ഒരു ദൈവം. അതൊരു കെട്ടുകഥയാണെങ്കിലോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ദൈവത്തെ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ദൈവത്തിൽ വിശ്വസിക്കണേ? തിരിച്ച് അങ്ങടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ വിശ്വസിക്കണ ദൈവത്തെ ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് പിന്നെ ഇല്ലല്ലോ. അപ്പോ ദൈവത്തെ കണ്ടൊരാള് പറയണത് അങ്ങോട്ട് വിശ്വസിക്കുക. അത് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങളും കാണിച്ചിരിക്കണു. ക്ഷേത്രകുളത്തില് ജലം മുകളിലേക്ക് എറിഞ്ഞപ്പോ അത് വായുവിൽ അങ്ങോട്ട് നിന്നു. സത്യാണോ ഈ പറയണേ? സത്യാണ്. സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കുക. ഇവരും കണ്ടതാണേ. അതൊക്കെ കൺകെട്ട് വിദ്യയാണ് അങ്ങുന്നേ. ഏതായാലും ഒരു വിദേശി വന്ന് അശുദ്ധമാക്കിയ കുളത്തില് ഇനി ഞങ്ങൾ ആരും കുളിക്കണില്ല. ഇനിയത്തെ കുളി വേമനാട്ട്. ആ ഏബിനെ കൊണ്ടുള്ള ശല്യം വല്ലാതെ കൂടിയിരിക്കണോ? അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള കാര്യങ്ങൾ അങ്ങൊന്ന് ചെയ്യണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണാവോ? ഈ ക്രിസ്തു എന്ന ദൈവത്തിൽ വിശ്വസിച്ച് പുതിയ മാർഗം കൂടിയിരിക്കണ പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളിക്കാവ് എന്നീ ഇല്ലക്കാരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുക കൂടെ വേണം. നോം അത് ആലോചിക്കാം. ആയിക്കോട്ടെ. നോം ഇറങ്ങുക. ഒന്ന് അമ്മാത്തു പോണം. ഞങ്ങളും ഇറങ്ങുക. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയായ കാര്യങ്ങളാണോ? അതേ അങ്ങുന്നേ. അദ്ദേഹം ഒരു ദിവ്യൻ തന്നെയാ, സംശയമില്ല. എന്നാ നമുക്കും ഒന്ന് കാണണം ആ ദിവ്യനെ. അദ്ദേഹത്തെ ഇല്ലത്തേക്ക് വരുത്തിക്കാം. ഏയ് വേണ്ട. നോം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കണ്ടോളാം. അതല്ലേ അതിന്റെ ഒരു മര്യാദ. എന്താണെന്നറിയില്ല. ഇപ്പോ നമുക്കും ഒരു ആഗ്രഹം. നിങ്ങൾ ഈ പറഞ്ഞ യേശുക്രിസ്തു എന്ന ദൈവത്തെ അറിയാൻ.
ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും ഞാൻ തളർന്നില്ല. എൻ്റെ ഗുരു എപ്പോഴും എൻ്റെ കൂടെയുണ്ടായിരുന്നു. മലയാള ദേശത്ത് നിരവധി കൊട്ടാരങ്ങൾക്ക് ഞാൻ അടിത്തറയിട്ടു. അതിനുശേഷം ഇങ്ങോട്ട് പുറപ്പെട്ടു, തമിഴകത്തേക്ക്. ഇവിടെ എൻ്റെ ഗുരുവിന് വേണ്ടി എനിക്കൊരു കൊട്ടാരം പണിയണം, ഈ മൈലാപ്പൂരിൽ. ആ ഗുരുവിനെ, ആ ദൈവത്തെ അറിയാൻ ഞാൻ ഇത്ര വൈകിപ്പോയല്ല. അങ്ങയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടാ. എന്നെ ആ ഗുരുവിൻ്റെ ശിഷ്യനാക്കുക. തീർച്ചയായും അവനിൽ വിശ്വസിക്കുന്നവരൊക്കെ അവൻ്റെ ശിഷ്യനാണ്. ആശാനെ, ആശാനെ, എന്താണ് പ്രശ്നം? ആശാന്റെ മകൻ. പറ, എന്റെ മകാൻ എന്താണ് പറ്റിയത്? ആശാന്റെ മകാന്റെ തോണി നടുക്കടലെ വെച്ച് മുങ്ങിപ്പോയി ആശാനെ. നിങ്ങ സത്യമാണായി പറയണത്? അതെ ആശാനെ, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. മകാനെ, ആശാനെ, നടുക്കടലെ മുങ്ങിയ മൂന്നാം പൊക്കെ തിരിച്ചു വരുള്ളൂ കേട്ടാ മകാനെ. ഓടി വരണേ, ആശാന്റെ മകന്റെ ശവം. മകാനെ, മകാനെ, നീ അപ്പനെ വിട്ടേച്ചു പോയല്ലടാ. ഇനി അപ്പനാരുണ്ടടാ? ആശാനെ, എന്നെ വിട്ടേച്ചു പോയി. ദൈവമേ, ന്യായിനിലെ വിധവയുടെ മകനെ നീ ഉയർപ്പിച്ചില്ലേ? നിന്റെ സ്നേഹിതനായ ലാസറിനെ നീ ഉയർപ്പിച്ചില്ലേ? ഈ ജനം നിന്നിൽ വിശ്വസിക്കേണ്ടതിന് ഈ മകനെ, ഇവനെ ഒന്ന് ഉയർപ്പിച്ചുകൂടെ നിനക്ക്? ഇവനൊരു പുതുജന്മം നൽകിക്കൂടെ? അപ്പാ, മകാനെ, മകാനെ, എന്റെ മകൻ, എന്റെ മകൻ. അതെ, അതെ, അങ്ങയുടെ ഗുരു സത്യമായും ദൈവമാണിട്ടാ. മരിച്ചുപോയ എന്റെ മകാനെ അവൻ ജീവിപ്പിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെ ഈ തുറയിലുള്ളവര് മുഴുവൻ ആ ദൈവത്തെ വിശ്വസിക്കണുണ്ടട്ടാ. ഗുരുവേ, നിനക്കൊരായിരം നന്ദി.
ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഒന്നായി ചേർന്നു പാടിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഇക്കരെ നിന്നങ്ങ് പോകേണ്ടേ, അക്കരെ പോയൊന്നു കൂടേണ്ടേ, അത്യുന്നതങ്ങളിൽ നിന്നിങ്ങു വന്നവൻ യേശുവിനോശാന പാടേണ്ടേ. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. അന്തിവട്ടം മാഞ്ഞല്ലോ, എങ്ങും കുരിരുളായല്ലോ. മാനമെങ്ങും മൂടിയല്ലോ, കാറ്റും കോളും ഉയർന്നല്ലോ. തോണിപ്പടിയോരത്ത് ചാഞ്ഞുറങ്ങി നേരത്ത് ദൈവപുത്രനീശോ എൻ ചാരത്ത്. തോണിപ്പടിയോരത്ത് ചാഞ്ഞുറങ്ങി നേരത്ത് ദൈവപുത്രനീശോ എൻ ചാരത്ത്. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. പൊങ്ങും തിരമാലകളിൽ തോണിയാടിയുലഞ്ഞല്ലോ. മുങ്ങിപ്പൊങ്ങും വള്ളമിതിൽ വെള്ളം കയറിയടിഞ്ഞല്ലോ. ജീവിതത്തിൻ തോണിയില് യേശുനാഥനുണ്ടെങ്കിൽ മാനസത്തിലുണ്ടല്ലോ ആനന്ദം. ജീവിതത്തിൻ തോണിയില് യേശുനാഥനുണ്ടെങ്കിൽ മാനസത്തിലുണ്ടല്ലോ ആനന്ദം. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഒന്നായി ചേർന്നു പാടിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഇക്കരെ നിന്നങ്ങ് പോകേണ്ടേ, അക്കരെ പോയൊന്നു കൂടേണ്ടേ, അത്യുന്നതങ്ങളിൽ നിന്നിങ്ങു വന്നവൻ യേശുവിനോശാന പാടേണ്ടേ. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി തുഴഞ്ഞിടാം. ഹല്ലേലൂയ സ്തുതി ഗീതികൾ പാടിക്കൊണ്ടൊന്നായി തോണി നാം എന്താണ് ഈ കേൾക്കുന്നത് മന്ത്രി? നമ്മുടെ പ്രജകളൊക്കെ വഴിതെറ്റിപ്പോയോ? നമ്മൾ സംശയിച്ചത് ശരിയായിരുന്നു മഹാരാജൻ. ആ മാന്ത്രികൻ തോമസ് അവൻ കടപ്പുറത്തുള്ളവരെ മുഴുവൻ
അവന്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അവരെല്ലാം ഇപ്പോൾ ആരാധിക്കുന്നത് അവന്റെ ദൈവത്തെയാണ്. പാടില്ല, പാടില്ല. കുലദൈവങ്ങളെ നമ്മുടെ രാജ്യത്തെ ജനം മറന്നുകൂടാ. ഞാനത് പലതവണ പറഞ്ഞു നോക്കി മഹാരാജൻ. ആ മാന്ത്രികന്റെ ദൈവത്തിലല്ലാതെ മറ്റൊരു ദൈവത്തിൽ തങ്ങൾ വിശ്വസിക്കില്ല എന്നാണ് അവർ പറയുന്നത്. എങ്കിൽ ചെന്ന് കൊന്നെടുക്ക്. തോമസിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയൊക്കെ കൊന്ന് കടലിൽ തള്ളു. മഹാരാജൻ, എന്താ മന്ത്രിക്ക് അതിന് സാധിക്കില്ലേ? അതല്ല മഹാരാജൻ, ആ മാന്ത്രികന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയൊക്കെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് അങ്ങയുടെ പത്നിയെയും മകനെയും കൊല്ലേണ്ടി വരും. എന്ത്? താങ്കൾ എന്താണ് പറയുന്നത്? അതെ മഹാരാജൻ, അങ്ങയുടെ പത്നിയും മകനും ഇപ്പോൾ ആരാധിക്കുന്നത് ആ മാന്ത്രികന്റെ ദൈവത്തെയാണ്. മഹാരാജൻ, അങ്ങനെ വിളിച്ചോ? ഞാൻ ഈ കേട്ടത് സത്യമാണോ? എന്താണ് മഹാരാജൻ? ഈ മിസ് ദേവുസ് രാജാവിന്റെ പ്രിയ പത്നിയും മകനും ഇപ്പോൾ ആരാധിക്കുന്നത് ആ തോമസിന്റെ ദൈവത്തെയാണെന്ന്. അതെ, യേശു ക്രിസ്തുവിനെയാണ് ഞാനും അങ്ങയുടെ മകനും ഇപ്പോൾ ആരാധിക്കുന്നത്. അങ്ങ് കേട്ടിട്ടുണ്ടോ യേശു ക്രിസ്തുവിനെ കുറിച്ച്? ദരിദ്രനെ പോലെ ഒരു പുൽത്തൊഴുത്തിൽ ജന്മമെടുത്ത ദൈവത്തിന്റെ പുത്രൻ, ഈ ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ സ്നേഹവലയത്തിൽ നിന്ന് അവൻ ആരെയും മാറ്റി നിർത്തിയില്ല. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ വേദനിക്കുന്നൊരു മനസ്സവനുണ്ടായിരുന്നു. വിശന്നു വലഞ്ഞവർക്ക് അവൻ അപ്പം നൽകി പോറ്റി. ഒരുപാട് രോഗികൾക്ക് അവൻ സൗഖ്യം നൽകി. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് റോമാ സാമ്രാജ്യം അവന് ശിക്ഷ വിധിച്ചു. ഒരു യേശു ക്രിസ്തു. ബാക്കി കഥ ഞാൻ പറയാം മഹാരാജൻ. മരക്കുരിശിൽ 3 ആണികളിൽ യേശു ക്രിസ്തുവെന്ന എൻ്റെ ഗുരു പിടഞ്ഞു മരിച്ചു. എന്നാൽ ആ ദൈവം 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഈ കൊട്ടാരത്തിൽ കയറാൻ തോമസിന് അനുവാദം നൽകിയതാരാണ്? പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഈ കൊട്ടാരത്തിൽ കഴിയാമെന്ന് പറഞ്ഞത് അങ്ങ് തന്നെയാണ് മഹാരാജൻ. ആ ആനുകൂല്യം നിങ്ങൾ അന്നേ നിരസിച്ചിരുന്നു. നിങ്ങൾക്ക് ആളുകളുടെ മനസ്സ് മാറ്റാനുള്ള മന്ത്രം കൂടി അറിയാമല്ലേ? അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുലദൈവങ്ങളെ ആരാധിച്ചിരുന്ന നമ്മുടെ ജനം ഇന്ന് ആരാധിക്കുന്നത് നിന്റെ യേശു ക്രിസ്തുവിനെയാണ്. അവർ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു മഹാരാജൻ. യഥാർത്ഥ ദൈവത്തെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. റോമാ സാമ്രാജ്യം ശിക്ഷയ്ക്ക് വിധിച്ച കുറ്റവാളിയാണോ യഥാർത്ഥ ദൈവം? എന്റെ ഗുരു കുരിശുമരണം സ്വീകരിച്ചത് പാപം ചെയ്തതുകൊണ്ടല്ല, എന്റെയും അങ്ങയുടെയും ഒക്കെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞാനും നിന്റെ ഗുരുവും തമ്മിൽ എന്താ ബന്ധം? അങ്ങയെ സൃഷ്ടിച്ചത് തന്നെ ആ ദൈവമാണ്. അങ്ങ് അലങ്കരിക്കുന്ന ഈ രാജപദവിയും അധികാരവും ആ ദൈവത്തിന്റെ ദാനമാണ്. വിഡ്ഢിത്തം പറയരുത് തോമസ്. ഈ രാജപദവിയും അധികാരവും എന്റെ കഴിവുകൊണ്ട് ഞാനുണ്ടാക്കിയതാണ്. ഇനി തോമസ് അധികം സംസാരിക്കണമെന്നില്ല. താങ്കൾക്ക് പോകാം. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാൻ അങ്ങേക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മഹാരാജൻ. ഞാൻ ഇറങ്ങുന്നു. നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന തോമസ് എന്ന സിദ്ധൻ അവനിനി ഭൂമുഖത്ത് വേണ്ട. അരുത്, അരുത് മഹാരാജൻ, അദ്ദേഹത്തെ കൊല്ലരുത്. അങ്ങത് ചെയ്താൽ തോമസിന്റെ രക്തത്തിന് നമ്മുടെ തലമുറകൾ കണക്ക് പറയേണ്ടി വരും. മഹാറാണി അന്തപുരത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. രാജ്യഭരണത്തിൽ കൈക്കടത്തണമെന്നില്ല. മഹാരാജൻ, അകത്തേക്ക് പോകാം. മന്ത്രി, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരേണ്ടല്ലോ. നാമാണ് അതിന് പിന്നിലെന്ന് ആരും അറിയരുത്. ദിദിമോസ് എന്ന തോമസ്
ഗുരുവേ, ഗുരുവേ, അങ്ങെന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. ഞാനിതാ അങ്ങയുടെ പക്കലേക്ക് വരുന്നു. എന്നെ സ്വീകരിക്കണമേ. ഞാൻ എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു സ്വർഗത്തിലൊരു വീടു പണിതെൻ്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഞാൻ എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു പറന്നു പോകുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ള വിശ്വാസം ഭാരതത്തിന് പകർന്നു നൽകിയ ദിദിമോസ് എന്ന തോമസിന്റെ മക്കളാണ് നാം. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് ധീരതയോടെ ദൃഢപ്രതിജ്ഞ ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മാർ തോമായുടെ മക്കൾ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്
അതിരം കൊണ്ട് മാത്രം ഉച്ചരിക്കാതെ ഹൃദയം കൊണ്ട് ഏറ്റുപറയുവാൻ നമുക്കും സാധിക്കട്ടെ. സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാർത്തോമായുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവതിനടിയനു തുണയരുളണമേ. അരുൾമാർഗത്തിൻ ഗുരുവരനാകിന മമനാമകനാം മാർത്തോമാ പെരുമാൾ ചോഴൻ്റാളായുള്ളോരവാനോടു സഹിതം കൂടി അറബിയായിൽ കപ്പൽ കയറി മാലിയൻ കരവന്നെത്തിയതാ അറിവിൻ പറവൻ മിശിഹാകാലം 50 ധനുവം രാശിയതിൽ. പല പല രാജ്യങ്ങളിലും തന്നെ അരുൾമാർഗത്തിൻ അറിയിപ്പാൽ പല ജാതികളെ മിശിഹാ പക്കൽ ചേർത്തൊരു ശ്ലീഹാ മാർത്തോമാ. 72 കർക്കിടകത്തിൽ 3 ദിവസം പുലർക്കാലേ വഴിയാത്രകനായി താൻ ചേരുന്നിതു മൈലാപ്പൂരിൽ ചിന്നമലയ്ക്ക്. കാവിൽ വണങ്ങാത്താളുകളാരും ഇന്നി വഴിയേ പൊയ്ക്കൂടാ. വണക്കം ചെയ്താൽ കാവിനഴിയും തീയാലെന്നായി മാർത്തോമാ. നിന്ദ നിറഞ്ഞൊരു വചനത്തിൻ നേർ കാണണമെന്നായമ്പ്രാന്മാർ വന്ദന വലിയൊരു കാളിക്കാവിൽ രുഷ്മ ചെയ്തു മാർത്തോമാ. പല നിഷ്ഠുരതയോരോന്നെല്ലാം മാർത്തോമായോടവർ ചെയ്തു. വലിയൊരു ശൂലമെടുത്തൊരു ക്രൂരൻ ഫലമായി നെഞ്ചിൽ സ്ലീഹായേ. കുത്തിക്കൊണ്ടവരോടിയൊളിച്ചു എംബ്രാന്മാരായവരെല്ലാം മാർത്തോമാ കടലോരക്കാട്ടിൽ കല്ലിൽ വീണു പ്രാർത്ഥിച്ചു. ആറുതലിനായി തെരുതിലേറ്റി പൊരുവതിനായി തുനിയുമ്പോൾ ആറുതൽ വേണ്ട ഭാഗ്യമടുത്തു എന്നായുടനെ മാർത്തോമാ. വെളിവാൽ ചൂഴും പീഡിതനായി തന്നെ കണ്ടൊരു കൂട്ടങ്ങൾ തെളിവാൻ തക്ക വിധത്തിനാദരവെല്ലാം അരുളി മാർത്തോമാ. വെള്ളപ്രാവിന്നു തുല്യമൊരാത്മം പരമാനന്ദ മഹത്വമതായി വെള്ളയണിഞ്ഞൊരരുവികളോടെ ആകാശത്തിൽ കയറുന്നു. അതിലങ്ങൊരു സിംഹാസനമതിലായി മാർത്തോമാതാൻ വാഴുന്നു.
പല ഗുണദോഷങ്ങൾ ഇവരോടു താനരുളുന്നു. വമ്പായ പല വക ചെർമൂത്തുകളും എന്നാളിനുമായി നൽകുന്നു. വമ്പായ പല വക ചെർമൂത്തുകളും എന്നാളിനുമായി നൽകുന്നു. എന്നുടെ മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാകും. എന്നുടെ മരണം ഓർക്കും മക്കൾ എന്നാൽ നന്മകളുണ്ടാകും. എന്നുടെ ഖബറിൽ വന്ദനം ചെയ്യോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും. എന്നുടെ ഖബറിൽ വന്ദനം ചെയ്യോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും. എല്ലാ നന്മകൾ ഞാൻ ചെയ്യും. എല്ലാ നന്മകൾ ഞാൻ ചെയ്യും.